ഉത്സവമായ ഹോളി ബഹ്റിനിലെ ഇന്ത്യൻ സമൂഹം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. അദാരി പാർക്കിൽ വെച്ച് നടന്ന ഹോളി ആഘോഷത്തിൽ 2000-ലധികം പേർ പങ്കെടുത്തു. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ മോഹൻ കുമാർ മുഖ്യാതിഥിയായ ചടങ്ങിൽ തായ്ലാന്റ് അംബാസിഡർ വിച്ചായ് വരസിരികൾ ആശംസകൾ നേർന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങൾ ഈ ഇന്ത്യൻ ആഘോഷത്തിൽ പങ്കുചേരാൻ എത്തിയിരുന്നു. It's a wonderful event lined up by the Radio FM in Bahrain. We all are enjoying a wonderful crowd here, enjoying Holi. Jai Sabala Holi! It's a huge crowd here, enjoying the Phagun Mahina of India. Wonderful. Thank you, Jay and Tony, for being with us. Thank you very much. Happy Holi! വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി വളരെ മനോഹരമായിട്ടാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഒരു ഗ്രാഹ്യത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവമാണ് ഇതിലുണ്ടാക്കുന്നത്. നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ, അതിന്റെ ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള നമ്മുടെ മനസ്സുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. നമ്മൾ എന്ത് തന്നെ എവിടെത്ര ഏത് വിദേശത്ത് പോയി വസിച്ചാലും നമ്മൾ ഒന്നാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ ചിഹ്നങ്ങൾ നമുക്ക് മഹത്തരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്സവത്തെ ഇത്ര നെഞ്ചിലേറ്റി മലയാളി സ്വീകരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മൾ അത്രയും വലിപ്പത്തോടുകൂടി ഹോളി ആഘോഷിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് പോലെ ഇന്ത്യയുടെ ചിഹ്നങ്ങൾ നമ്മൾ അത്തരത്തിലുള്ള ഉത്സവങ്ങളൊക്കെ തന്നെ നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ കേരളീയർ കൊണ്ടു നടക്കുന്ന ഉത്സവങ്ങൾ ഉത്തരേന്ത്യക്കാർ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ഉത്സവങ്ങളുടെ വലിപ്പം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഉത്സവങ്ങൾ ഒരു അർത്ഥത്തിൽ സംസ്കാരത്തിന്റെ ചിഹ്നങ്ങളാകുന്നത് അത് നാളെയിലേക്കുള്ള മനുഷ്യ സമൂഹത്തെ ശുദ്ധീകരിക്കുന്ന മഹത്തായ പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. വർണ്ണങ്ങൾ വാരി വിതറിയ ആഘോഷ ചടങ്ങിൽ നൃത്തം, വിനോദ പരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. ഇന്ത്യൻ മധുര പലഹാരങ്ങളും ഇന്ത്യൻ ഭക്ഷണവും ചടങ്ങിൽ വിതരണം ചെയ്തു. റേഡിയോ വോയിസ്, ഡെയിലി ട്രിബ്യൂൺ എന്നീ സ്ഥാപനങ്ങളാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. എല്ലാ വർഷവും സംഘടിപ്പിക്കാനാണ് ഇനി പ്ലാൻ. ഇതുവരെ കഴിഞ്ഞ വർഷമൊന്നും അധികം പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചില്ല. കാരണം ബഹ്റൈനിലെ അൺറെസ്റ്റും പ്രശ്നങ്ങളായിരുന്നു കാരണം. ഇവിടുത്തെ എക്സ്പാട്രിയേറ്റ്സിന് ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം കഴിഞ്ഞ അൺറെസ്റ്റ് വന്നതിന് ശേഷം സേഫ്റ്റി, സെക്യൂരിറ്റി, അതിനെക്കുറിച്ചൊക്കെ കൺസേൺ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ വെക്കുമ്പോൾ ആ കോൺഫിഡൻസ് തിരിച്ചു വരിക, ആൾക്കാരിൽ സാധാരണ രീതിയിൽ ലൈഫ് ഉണ്ടാക്കുക, എക്സ്പാട്രിയേറ്റ്സിന്റെ സൈഡിൽ നിന്ന് ഈ രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. സ്പെഷ്യലി ഇവന്റ്സ് ഉണ്ടാവുക. ഇവിടെ ഫോർമുല 1 വരികയാണ്. ഇവിടെ ഇതുമാതിരി ഇവന്റ്സ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് മനസ്സിലാവും ബഹ്റൈൻ ഈസ് ബാക്ക് ടു നോർമൽ. ആ പാനിക് ഒഴിവാക്കിയിട്ട് ആൾക്കാരെ വീണ്ടും ബഹ്റൈനിലെ സമാധാനം തിരിച്ചെത്തുന്നു എന്ന് കാണിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. മലയാളികളെ സംബന്ധിച്ചോളം ഞങ്ങൾ എപ്പോഴും പറയുന്നത് യു ആർ നോട്ട് അലോൺ. അതിപ്പോഴും പറയാണ്, നിങ്ങൾ തനിച്ചല്ല. റേഡിയോ വോയിസ് ഈസ് ദേർ. ഇവിടെ മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്, എല്ലാ കമ്മ്യൂണിറ്റിയും ഉണ്ട്. അപ്പോൾ റേഡിയോ വോയിസ് ടാർഗറ്റ് ചെയ്യുന്ന ഏഷ്യൻ കമ്മ്യൂണിറ്റിയാണ്. ഈവൻ പാകിസ്ഥാനീസും ബഹ്റൈനീസും വരെ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഈവൻ തായ്ലാന്റ് അംബാസിഡർ ഇവിടെ വന്നിട്ടുണ്ട്, ഫിലിപ്പിനോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾ ടുഗദർ ഒരു ഏഷ്യൻ കളർ ഫെസ്റ്റിവൽ ആയിട്ട് ഹോളിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിരിക്കുക. ഈ ഹോളിയുമായിട്ട് എനിക്ക് വളരെ അടുത്തൊരു ബന്ധമുള്ളതിന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നടത്തുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പം എനിക്കൊന്ന് ബഹ്റൈനിലെ ഇങ്ങനെ പബ്ലിക് ഫംഗ്ഷൻ ഇത് ഫസ്റ്റാണ്. റേഡിയോ വോയിസും ഡെയിലി ട്രിബ്യൂണും കൂടെ ചെയ്യുന്ന ഈ സംരംഭം. വിവിധ ദേശ, ഭാഷ, ജാതി, മത ങ്ങളെ ഒരുമിച്ച് ഒരു മാലയിൽ കോർത്തിണക്കിയ വർണ്ണങ്ങളുടെ ഒരാഘോഷമാണ്. ഞാൻ ഈ ആഘോഷത്തെ കാണുന്നത്, അതായത് നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ജോലി തിരക്കുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ അതിനിടയ്ക്ക് വളരെ വ്യത്യസ്തമായ ഒരു ദിവസം നമ്മുടെ ജോലിയുടെ ടെൻഷനുകളൊന്നും ഇല്ലാതെ അസാധാരണമായ ഒരു ദിവസം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമാണ് എന്ന് എനിക്ക് തോന്നുന്നു. I think we should have every month Holi. When we will be free with the Bahrain, we are not going back from Bahrain at any cost. We are here for 36 years. We will be staying another 14 years. That time we will complete 50 years in Bahrain.
And this is Jai Hind, Happy Day Holi. രാധാകൃഷ്ണ പ്രണയവും കാമദേവന്റെ പുനർജന്മവും തന്നെ വധിക്കാൻ ശ്രമിച്ച ഹോളികയിൽ നിന്നും പ്രഹ്ലാദൻ രക്ഷപ്പെട്ടതിന്റെ ഓർമ്മയുമടക്കം നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഹോളി ആഘോഷിക്കാനായി അയൽ രാജ്യമായ സൗദി അറേബ്യയിൽ നിന്നും നിരവധി കുടുംബങ്ങൾ എത്തിയിരുന്നു.